അതിൻ്റെ ഒരു പണ്ട് നടന്ന 2002 നടന്നൊരു ഭൂസമരത്തിൻ്റെ നേർചിത്രം എടുത്തു വെച്ചേക്കോട്ടെ. അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വേറെ രീതിയിലാണ്. സിക്ക് ജാനുവാണെന്ന് തോന്നിപ്പോ അവരുടെ ആ ഒരു അഭിനയം കണ്ട. പിന്നെ മറ്റുള്ള നടന്മാർക്കെല്ലാവർക്കും ഇപ്പം ടോവിനോ എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് വന്നിരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ അണ്ണനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. വന്നു കഴിഞ്ഞാൽ അപ്പോഴും കട്ടയ്ക്ക് സംസാരിക്കുകയാണ്. ഇവിടെ ആരും പേടിച്ചിരിക്കുന്നത് നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ടോവിനോയുടെ അടുത്ത 100 കോടി പടം. ടോവിനോയുടെ കരിയർ ബെസ്റ്റാണ്. ARMന്റെ ശേഷം അടുത്ത ഹിറ്റ്. കളക്ഷനാവോ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്കതിനെ പിന്നെ നാളെ പറയാം ഞാൻ അതിൻ്റെ കാര്യം. പൊളിറ്റിക്കലി വളരെ റെലവൻ്റ് ആയിട്ട് സിനിമയാണ്. നല്ല മൂവിയാണ്, ക്ലാസ് മൂവിയാണ്. നമ്മൾ തമിഴിലെ വെട്രിമാറിൻ്റെയൊക്കെ സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി ടെക്നിക്കലി എല്ലാം കൊണ്ടും ഫൈൻ പെർഫോമൻസസ്. നല്ല മൂവിയാണ്. നല്ല പടം. നല്ല ഫിലിം. നന്നായിട്ടുണ്ട്. സൂപ്പർ പടം. ടോവിനോയുടെ അടുത്ത 100 കോടി പടം. നന്നായിട്ടുണ്ട്. നല്ല ക്യാമറ, നല്ല 2 സോങ്സ് ഉണ്ട്, ആക്ഷൻ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു പടം. നന്നായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. തിയേറ്ററിൽ കാണേണ്ട പടം. ടെക്നിക്കലി ബ്രില്യൻ്റ് പടമായിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നടന്ന കഥയാണ്, ആസ്പദമായിട്ടുള്ള സിനിമയാണ്. സോങ്സ് ആയാലും എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പോലീസും മറ്റേ ട്രൈബൽസുമായിട്ടുള്ള ഫൈറ്റൊക്കെ കിടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കിടിലായിട്ടുണ്ട്. ടോവിനോക്ക് അടിപൊളിയായിട്ടുണ്ട്. പടം സൂപ്പറാണ്. ഏറ്റവും എടുത്തു പറയേണ്ട മേക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ ഇഷ്കിന് ശേഷം എൻ്റെ മനോഹർ നരിവേട്ട വരുമ്പം സൂപ്പർ മേക്കിംഗ് ആണ്. ടോവിനോയുടെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്. മ്യൂസിക് ആണെങ്കിലും വിഷ്വൽസ് അടിപൊളിയായിട്ട് നടന്ന സംഭവത്തെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമ, അടിപൊളി സിനിമയായിരുന്നു. അത് കഥ കൊള്ളായിരുന്നു. പിന്നെ എല്ലാവരും അഭിനയം അടിപൊളിയായിരുന്നു. ടോവിനോ മുമ്പത്തെ സിനിമയൊക്കെ നല്ല ഇമ്പ്രൂവ് ആയി അഭിനയമൊക്കെ. പിന്നെ സുരാജും അടിപൊളിയായിരുന്നു. പിന്നെ ജേക്സ് ബജോയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. ഏറ്റവും പിന്നെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, കിടിലായിരുന്നു. നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോ തോമസ് കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജേക്സ് ബിജോയുടെ ബീജിയം കൊള്ളാം. ടോവിനോ മറ്റേ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവർക്കും ക്യാരക്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂവിയാണ്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസാണ്. ചേട്ടാ സൂപ്പർ പടം, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ടൊവിനോയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ടെക്നിക്കലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ്. ഇമോഷണലി കണക്ട് ആവും ചേട്ടാ. കിടിലം പടമാണ്. സൂപ്പർ നല്ല പടം, സൂപ്പർ പടം. ടോവിനോയുടെ കരിയർ ബെസ്റ്റാണ്. ARMന്റെ ശേഷം അടുത്ത ഹിറ്റ്. പാട്ടും ബീജും ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ജേക്സ് ബിജോയുടെ സൂപ്പറായിരുന്നു ബിജുവൊക്കെ. നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ ഒരു ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ARMൽ അതിൽ 3 വേഷത്തിൽ നമ്മൾ ആ പുള്ളിയെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒറ്റ വേഷത്തിൽ തന്നെ പുള്ളി വളരെ എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുത്തങ്ങ സമരത്തെ 2003 മുത്തങ്ങ സമരത്തെ ബന്ധപ്പെടുത്തി എടുത്ത സിനിമയാണ്. അപ്പോൾ അതിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ CK ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലീം അവരുടെയും ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറഞ്ഞു. ഭംഗിയായിട്ട് ചെയ്യുന്നു. അവരാണെന്ന് CK ജാനുവാണെന്ന് തോന്നിപ്പോ അവരുടെ ആ ഒരു അഭിനയം കണ്ട. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പാട്ടുകൾ അതിൽ പാടിയവർ സിദ്ധ് ശ്രീറാമിൻ്റെ പാട്ടുകളുണ്ട്. സിതാരയുടെ നല്ലൊരു പാട്ടുണ്ട്. പിന്നെ വളരെ അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ, പിന്നെ ഹെലിക്യാം കുറേ സീനുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ആലപ്പുഴയുടെയും വയനാടിൻ്റെയൊക്കെ വിഷ്വൽ ബ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല ഒരു വൃത്തിയായിട്ട് ഒരു തിരക്കഥ ഉള്ളതിനെ ഭംഗിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറെയും പിന്നെ തിരക്കഥാകത്തിനെയൊക്കെ അഭിനന്ദിക്കണം. നല്ലൊരു മൂവിയാണ്. ഒരു യാതൊരു ലാഘവുമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് എൻഗേജ്ഡായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഇടയ്ക്കിടയ്ക്ക് നല്ല ത്രില്ലിംഗ് മൂഡിൽ എത്തിക്കുന്ന നല്ലൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഭയങ്കര തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെയൊക്കെ പൊളിറ്റിക്കൽ മൂവീസും മാരി സെൽവരാജ്, പാരജിത്ത്, വെട്രിമാരനൊക്കെ എടുക്കാറുണ്ട്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ മൂവി നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ഭൂസമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂസമരങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു പണ്ട് നടന്ന 2002 നടന്നൊരു ഭൂസമരത്തിൻ്റെ നേർചിത്രം എടുത്തു വെച്ചേക്കോട്ടെ. അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വേറെ രീതിയിലാണ്. പക്ഷേ മേക്കിംഗ്, എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അടിപൊളി പടം. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല പ്രേമം, നല്ല സങ്കടം. സ്റ്റോറിയൊക്കെ നമുക്ക് കൊള്ളാം. സ്റ്റോറിയൊക്കെ കൊള്ളാം. മുത്തങ്ങ സംഭവം എന്ന് പറഞ്ഞാൽ മുത്തങ്ങയിലെ സംഭവമാണ് ഇത്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ടോവിനോ തോമസിൻ്റെ വർഗീസ് പീറ്റർ എന്നുള്ളൊരു ക്യാരക്ടർ, അത് ഗംഭീരമായ പെർഫോമൻസ്. നമ്മുടെ ഭാവിയിലെ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്ന ആളാണ് നമ്മുടെ ടോവിനോ തോമസ്. മറ്റുള്ള നടന്മാർക്കെല്ലാവർക്കും ഇപ്പം ടോവിനോ എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് വന്നിരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ അണ്ണനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. കാര്യം അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു തിയേറ്ററിൽ നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ആദിവാസി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിലൊക്കെ ഇത്രയും സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ മോനെ അടിപൊളിയായിട്ട് ആ കുട്ടിയെ നമ്മളെ കരയിപ്പിച്ച് കളഞ്ഞു. അതിൽ ഒന്നിനൊന്ന് ക്യാരക്ടർമാർ മികച്ചതായിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ എന്തായാലും സൂപ്പറായിരുന്നു. അടിപൊളി. ലാസ്റ്റൊക്കെ എന്ന് വെച്ചാൽ ടോവിനോ തോമസ് ഭയങ്കര അഭിനയം കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളി. ഞാൻ ഭാവിയിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉമ്മ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. വന്നു കഴിഞ്ഞാൽ അപ്പോഴും കട്ടയ്ക്ക് സംസാരിക്കുകയാണ്. ഇവിടെ ആരും പേടിച്ചിരിക്കുന്നത് നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ആട് സംസാരിക്കും. ആണ്. എനിക്ക് നെഗറ്റീവ് പറയാനായിട്ടില്ല. കാര്യം എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഒരു സന്തോഷത്തിൽ
മൂഡ് മേക്കറിൻ്റെ 750 രൂപ ഒരു ലിറ്ററുണ്ട്, അതെടുക്കണം. വൈകുന്നേരം ക്ലീനിങ്ങിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്, പോകാൻ 2 എണ്ണം അടിക്കണം, ക്ലീൻ ചെയ്യണം. സിനിമ കാണാൻ വേണ്ടി എല്ലാവരെയും വരാൻ വേണ്ടി പറയണം. അത്ര തന്നെ പോകണം. ഓക്കെ. ഈ സിനിമ ഒരു ആദിവാസി സമരത്തോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം, അതിനിടയ്ക്കുള്ള പോലീസിൻ്റെ കളിയാണ്. അത് ഇപ്പം നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആശാ സമരത്തിനുള്ള സർക്കാരിൻ്റെ സമീപനം പോലെ തന്നെയുണ്ട്. കളക്ഷനാവോ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്കതിനെ പിന്നെ നാളെ പറയാം ഞാൻ അതിൻ്റെ കാര്യം. ഫസ്റ്റ് ഹാഫ് ഒരു നെഗറ്റീവ് റോളിലാണ് ഈ ആദ്യത്തെ ഇൻ്റർവെൽ വരെയുള്ള ടൊവിനോയുടെ ഒരു പെർഫോമൻസ് വരുന്നത്. നെഗറ്റീവ്, നമുക്കൊരു നായകൻ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നില്ല. പക്ഷേ അതിന് ശേഷം മാറ്റങ്ങളുണ്ട്. പക്ഷേ മാറ്റങ്ങൾ ഒരു സിനിമയ്ക്കായിട്ട് ചെയ്ത പോലെ ഒരു നല്ല സബ്ജക്റ്റാണ്, പക്ഷേ സിനിമയ്ക്ക് അത്ര വർത്താണോ എന്നൊരു സംശയം. അല്പ ബുദ്ധിമുട്ട് അതാണ് വരുന്നത്. നടന്നൊരു സംഭവം എന്നുള്ളൊരു ഫീൽ വെക്കുമ്പോഴാണ് വരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ സിനിമയായിട്ടല്ല വരുന്നത്, സർക്കാരിൻ്റെ ഒരു രീതികളും നമ്മുടെ പോലീസും എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആശാസമരമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നത്.